ആണ് പോകുന്നത്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ മോചിപ്പിച്ചു. ഇന്ത്യൻ നാവികസേന കമാൻഡോ ഓപ്പറേഷനിലൂടെയാണ് കപ്പൽ മോചിപ്പിച്ചത്. 15 ഇന്ത്യക്കാരടക്കം 21 പേരും സുരക്ഷിതരെന്ന് നാവികസേന അറിയിച്ചു. MV ലൈല നോഫോൾക്ക് കടൽ കൊള്ളക്കാർ ഇന്നലെ വൈകിട്ടാണ് കപ്പൽ റാഞ്ചിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് അജി കുഞ്ഞുമോനുണ്ട് വിവരങ്ങൾ നൽകാനായി. അജി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ വാർത്തയാണ്. പ്രത്യേകിച്ച് കപ്പലുണ്ടായിരുന്ന ആളുകളൊക്കെ സുരക്ഷിതരാണെന്ന് കൂടി അറിഞ്ഞ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ ദൗത്യം നടന്നത്? തീർച്ചയായും ജിൽസി, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ അഭിമാനം വാനോളം യശസ്സോളം ഉയർന്ന ഒരു ദിനം കൂടിയാണ് 2024 ജനുവരി 5 എന്നുള്ളത്. അത് ചരിത്രങ്ങളിലും ആ തീയതി രേഖപ്പെടുത്തും. കാരണം സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഒരു കപ്പൽ തട്ടിയെടുത്തു. ആ കപ്പൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അത് ഇന്ത്യയുടെ ഈ നാവികസേനയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ശക്തി ലോകത്തിന് വിളിച്ചോതുന്ന ഒരു ദൗത്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ദൗത്യത്തെ വിശേഷിപ്പിക്കാം. മാർക്കോസ് എന്നാണ് ഈ ദൗത്യത്തിന് നൽകിയിരിക്കുന്ന പേര്. ആ മാർക്കോസ് കമാൻഡോ ടീമുകളാണ് ഈ ദൗത്യം നടത്തിയത്. ഇന്ത്യൻ സമയം 3:30 ഈ കമാൻഡോകൾ ഈ കപ്പലിനുള്ളിൽ പ്രവേശിക്കുകയും അവിടെ ഈ മുഴുവൻ ഇന്ത്യക്കാരെയും സുരക്ഷിതമാക്കുന്ന തലത്തിലേക്ക് അവർ പോയത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആദ്യം ഈ 6 പേരടങ്ങുന്ന സംഘമാണ്, സൊമാലിയൻ കടൽ കൊള്ളക്കാരാണ് ഈ കപ്പലിനുള്ളിലേക്ക് പ്രവേശിച്ചത് എന്ന തരത്തിലുള്ള അനൗദ്യോഗിക വിവരങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഇനിയും നാവികസേനയുടെ ഭാഗത്തു നിന്നും അവരുടെ ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ കപ്പലിലുള്ള എല്ലാ ജീവനക്കാരും സുരക്ഷിതരാണ്. ഈ സംയോജിതമായ ഇടപെടൽ, ആ ഇടപെടലിനനുസരിച്ച് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലിലുള്ള മുഴുവൻ ആളുകളെയും മോചിപ്പിച്ചത് എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് യുദ്ധക്കപ്പലിന് മുകളിലൂടെ പറന്നുയർന്ന ഹെലികോപ്റ്ററിലൂടെ തട്ടിയെടുത്ത കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ കടൽക്കൊള്ളക്കാർക്ക് ഇന്ത്യൻ നാവികസേന മുന്നറിയിപ്പ് നൽകിയെന്നും പറയുന്നു. ഈ ഇന്ത്യൻ കമാൻഡോകൾ നിലപാട് കടുപ്പിച്ചതോടെ ഈ കടൽക്കൊള്ളക്കാർ കപ്പൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടിൽ ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഈ സൊമാലിയൻ തീരത്ത് നിന്ന് 15 ഇന്ത്യക്കാരടക്കമുള്ള ലൈബീരിയൻ കപ്പലാണ് ഈ തട്ടിക്കൊണ്ട് പോയത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ഇന്ത്യൻ നാവികസേനയുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ കടൽ കൊള്ളക്കാർ ഈ കപ്പൽ ഉപേക്ഷിച്ചിട്ട് പോയി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ കൂടിയാണ്. ശരി അജി, എന്തായാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. സൊമാലിയൻ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്ക് കപ്പൽ ഇന്ത്യൻ നാവികസേന കമാൻഡോ ഓപ്പറേഷനിലൂടെ മോചിപ്പിച്ചിരിക്കുന്നു.